ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന് 846 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് 1, 2, 3 ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്ലാനാണ്. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് വെസ്റ്റ് ആണ്, സൗത്ത്, ഈസ്റ്റ്, നോർത്ത് അങ്ങനെ ഡയറക്ഷൻ ഉള്ളത്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് 26 സെന്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ സൈറ്റ് കാണിക്കുന്നില്ല. വലിയ സൈറ്റാണ്. നിങ്ങളുടെ പ്ലോട്ടിൽ നിങ്ങൾക്ക് 4 സൈഡിൽ വിടാനുള്ള സ്ഥലം വിട്ടതിന് ശേഷം 10 മീറ്റർ 32 സെന്റിമീറ്ററും വീതിയും 9.32 നീളവും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, ഈ പ്ലാന് പ്രാക്ടിക്കലാക്കി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്ലാൻ പരിചയപ്പെടാം. സിറ്റ് ഔട്ട് 300/120 ആണ്. അതായത് 10:4 സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നേരെ ലിവിങ്ങിലോട്ട് കയറി, ലിവിങ് അല്ല, ഒറ്റ ഹാളാണ്, ഡൈനിങ് കം ലിവിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ലിവിങ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ്ങിന്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഹാൾ സ്പേസ് 300/470 ആണ്. അതായത് 10-15 സ്പേസിലാണ് മൊത്തം ഹാൾ ഉള്ളത് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, 10-10 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വേറെ ബെഡ്റൂം, അത് 9-11 അതായത് 270-330. ഇവിടെ 300-300 കേട്ടോ. അപ്പൊ അങ്ങനെ 2 ബെഡ്റൂം പറഞ്ഞു. സ്റ്റെയർ കേസിൽ അങ്ങനെ കയറി പോവും. ബാക്കിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് 330-300, അതായത് 11-10 ബാക്കിലെ ബെഡ്റൂം. അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമും കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം ഈ ഒറ്റ ബാത്റൂം ഉള്ളൂ, അത് ഇതിൽ അറ്റാച്ച്ഡാണ് കൊടുത്തുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്താക്കുക, ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് എന്താക്കുക, ഇത് കോമൺ ബാത്റൂം ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, പിന്നെ കിച്ചൺ 470-240, അതായത് 14:8 കിച്ചൺ സ്പേസ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 846 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം. ഓക്കെ, 3 ബെഡ്റൂം 1, 2, 3 ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്ലാനാണ്. അപ്പോൾ പുതിയ പ്ലാനുമായി വീണ്ടും കാണാം. ബൈ ബൈ.